ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പാർട്ട് 13 ചെറിയ അധ്യായങ്ങൾ. ഓക്കെ, ഇതുവരെ നമ്മൾ ഏകദേശം 60 ചെറിയ അധ്യായങ്ങൾ പഠിച്ചു. ഇന്ന് ആദ്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത് അധ്യായം 61, ഇന്ത്യൻ നവോത്ഥാന സംഘടനകൾ സ്ഥാപകർ. ഓക്കെ, ബ്രഹ്മസമാജം 1828 സ്ഥാപിതമായിട്ടുള്ളത്. ആരാ സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ് ആണ്. ആത്മീയ സഭ 1815 സ്ഥാപിതമായി. രാജാറാം മോഹൻ റോയ്. അപ്പോൾ ബ്രഹ്മസമാജാണോ ആത്മീയ സഭയാണോ ആദ്യം സ്ഥാപിതമായതുള്ള? ആത്മീയ സഭയാണ്. ആത്മീയ സഭ 1815 രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം 1828 രാജാറാം മോഹൻ റോയ്. ആര്യ സമാജം 1875 എല്ലാവർക്കും അറിയാം, സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്ഥാപിച്ചത്. ഓക്കെ, ശുദ്ധി പ്രസ്ഥാനം ആരുടെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെയാണ്. 1900 ആണ്, 1900. സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ ആരുടെയാണ്? എല്ലാവർക്കും അറിയാം, സ്വാമി വിവേകാനന്ദനാണ്. 1897 രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമായിട്ടുള്ളത്. 1897 സ്വാമി വിവേകാനന്ദൻ. അലിഗഡ് പ്രസ്ഥാനം എല്ലാവർക്കും അറിയാം, സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് സ്ഥാപിച്ചത്. 1875 അപ്പൊ 1875 തന്നെ സ്ഥാപിതമായിട്ടുള്ള മറ്റൊന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ, ആര്യ സമാജമാണ് സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചത്. ഓക്കെ, സാർവജനിക് സഭ ആരുടെയാണ്? എം ജി റാനഡെയാണ്. 1870 സ്ഥാപിച്ചത്. എം ജി റാനഡെ സാർവജനിക് സഭ 1870. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗിന്റെയാണ്. 1867 പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. സത്യശോധക് സമാജ് ആരുടെയാണ്? 1873 സ്ഥാപിതമായിട്ടുള്ള സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫൂലെയുടെയാണ്. ജ്യോതിറാവ് ഫൂലെയുടെയാണ് സത്യശോധക് സമാജ്. 1873. സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എല്ലാവർക്കും അറിയാം, ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ്. ആ വർഷം ഏതാണ്? 1905 ആണ്. 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി 1905, ഗോപാലകൃഷ്ണ ഗോഖലെ. തിയോസഫിക്കൽ സൊസൈറ്റി 1875 സ്ഥാപിതമായിട്ടുള്ളത്. അപ്പൊ 1875 സ്ഥാപിതമായിട്ടുള്ള തിയോസഫിക്കൽ സൊസൈറ്റി, അലിഗഡ് പ്രസ്ഥാനം, അതുപോലെ ആര്യ സമാജം. ഓക്കെ, തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് മാഡം ബ്ലാവറ്റ്സ്കി അതുപോലെ കേണൽ ഓൾക്കോട്ട്. മാഡം ബ്ലാവറ്റ്സ്കി അതുപോലെ കേണൽ ഓൾക്കോട്ട്. തിയോസഫിക്കൽ സൊസൈറ്റി 1875. ഓക്കെ, സേവാ സദൻ ആരാ സ്ഥാപിച്ചത്? ബി എം മലബാറിയാണ്. 1885. അതായത് അതേ വർഷം തന്നെയല്ലായിരുന്നു INC ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ സേവാ സദൻ INC ഫോം ചെയ്ത അതേ വർഷം, അതായത് 1885 ഫോം ചെയ്തു. ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ബി എം മലബാറിയാണ്. ബി എം മലബാറി. ഓക്കെ, സേവാ സമിതി ആരുടെയാണ്? HN ഖുസ്രുവിന്റെയാണ് സേവാ സമിതി. HN ഖുസ്രുവിന്റെയാണ് സേവാ സമിതി. 1914. അഭിനവ് ഭാരത് ആരുടെയാണ്? VD സവർക്കറിന്റെയാണ്. 1904 സ്ഥാപിതമായത്. ഹോം റൂൾ പ്രസ്ഥാനം 1916. എല്ലാവർക്കും അറിയാം, 1916 ഹോം റൂൾ പ്രസ്ഥാനം. ആനി ബസന്ത് എവിടെയാണ്? അടയാറാണ്. അടയാറ്. ബാലഗംഗാധർ തിലകോ? പൂനെയാണ്. പൂനെ. ആനി ബസന്ത് അടയാറ്, ബാലഗംഗാധർ തിലകൻ പൂനെ. ഓക്കെ, ശാരദാ സദൻ ആരുടെയാണ്? പണ്ഡിത രമാബായിയുടെയാണ്. ശാരദാ സദൻ പണ്ഡിത രമാബായി. ആര്യ മഹിളാ സഭ ആരുടെയാണ്? പണ്ഡിത രമാബായി. അപ്പോൾ ശാരദാ സദനും അതുപോലെ ആര്യ മഹിളാ സഭയും പണ്ഡിത രമാബായിയുടെ ആണ്. ഓക്കെ, ഹിതകാരിണി സമാജം ആരുടെയാണ്? വീരേശലിംഗം പന്തലുവിന്റെയാണ് ഹിതകാരിണി സഭ വീരേശലിംഗം പന്തലു. തത്വബോധിനി സഭ ആരുടെയാണ്? ദേവേന്ദ്രനാഥ് ടാഗോറിനാണ് തത്വബോധിനി സഭ. ഓക്കെ, സ്വാഭിമാന പ്രസ്ഥാനം ആരുടെയാണ്? EV രാമസ്വാമി നായ്ക്കറിന്റെയാണ് സ്വാഭിമാന പ്രസ്ഥാനം. അപ്പൊ സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ് ടാഗോർ. ഹിതകാരിണി സഭ വീരേശലിംഗം പന്തലു. ആര്യ മഹിളാ സഭ അതുപോലെ ശാരദാ സദൻ പണ്ഡിത രമാബായി. അഭിനവ് ഭാരത് 1904 VD സവർക്കർ. സേവാ സമിതി 1914 HN ഖുസ്രു. സേവാ സദൻ 1885 BM മലബാറി. തിയോസഫിക്കൽ സൊസൈറ്റി 1875 മാഡം ബ്ലാവറ്റ്സ്കി ആൻഡ് കേണൽ ഓൾക്കോട്ട്. സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി 1905 ഗോപാലകൃഷ്ണ ഗോഖലെ. സത്യശോധക് സമാജ് 1873 ജ്യോതിറാവ് ഫൂലെ.
സത്യശോധക് സമാജം 1873, ജ്യോതിറാവ് ഫൂലെ. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ 1867, സാർവജനിക് സഭ 1870, MG റാനഡെ. അലിഗഡ് പ്രസ്ഥാനം 1875, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. രാമകൃഷ്ണ മിഷൻ 1897, സ്വാമി വിവേകാനന്ദ്. ശുദ്ധി പ്രസ്ഥാനം 1900, സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, അടുത്ത അധ്യായം 62, മലയാള സിനിമയാണ്. മലയാള സിനിമ. ആദ്യ മലയാള സിനിമ ഏതാണ്? വിഗതകുമാരനാണ്. വിഗതകുമാരൻ 1928 ചിത്രം വന്നത്. വിഗതകുമാരൻ 1928. സംവിധാനം JC ഡാനിയൽ. മലയാള സിനിമയുടെ പിതാവാരാണ്? JC ഡാനിയൽ ആണ്. രണ്ടാമത്തെ മലയാള സിനിമ ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ്. 1933 മാർത്താണ്ഡവർമ്മ. ഓക്കെ, സംവിധാനം PV റാവു ആണ്. PV റാവു. മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമ ബാലനാണ്. 1938 ബാലൻ. സംവിധാനം ഡാൻ നൊട്ടോണി. ബാലന്റെ സംവിധായകൻ ഡയറക്ടർ നൊട്ടോണിയാണ്. ഡയറക്ടർ നൊട്ടോണി. ഓക്കെ. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ നീലക്കുയിലാണ്. വെള്ളി മെഡൽ നേടിയ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ നീലക്കുയിൽ 1954. 1954. സംവിധാനം P ഭാസ്കരൻ, അതുപോലെ രാമു കാര്യാട്ട്, അതുപോലെ P ഭാസ്കരൻ. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ ചെമ്മീനാണ്. ചെമ്മീൻ 1965. സംവിധാനം രാമു കാര്യാട്ടാണ്. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ ചെമ്മീൻ 1965. ഇതേ വർഷം തന്നെയാണ് ജ്ഞാനപീഠം ഏർപ്പാടാക്കിയത്. സംവിധാനം രാമു കാര്യാട്ട്. ഓക്കെ, ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ ഒരേ ഒരു മലയാളി ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004. ഓക്കെ, ജനിച്ച വർഷം. ഓക്കെ, ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ ഒരേ ഒരു മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004. JC ഡാനിയൽ അവാർഡ് നേടിയ വ്യക്തി ആരാണ്? TE വാസുദേവനാണ്. JC ഡാനിയൽ നേടിയ ആദ്യ വ്യക്തിയാണ് TE വാസുദേവൻ. 1992. 1992. മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ആദ്യ മലയാള ചിത്രം ഏതാണ്? കുമാരസംഭവമാണ്. കുമാരസംഭവം 1969. മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ആദ്യ മലയാള ചിത്രം കുമാരസംഭവം 1969. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അവാർഡ് നേടിയ മലയാള ചലച്ചിത്രം പിറവിയാണ്. ഷാജി N കരുണിന്റെ പിറവി. ഓക്കെ, ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഇന്റർനാഷണൽ അവാർഡ്സ് നേടിയ ആദ്യ മലയാള ചിത്രം പിറവി. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അവാർഡ് നേടിയ മലയാള ചിത്രം പിറവി, ഷാജി N കരുൺ. ഓക്കെ, ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള നടൻ PJ ആന്റണിയാണ്. PJ ആന്റണി. നിർമാല്യം PJ ആന്റണി. ഏറ്റവും കൂടുതൽ തവണ ദേശീയ അവാർഡ് നേടിയ മലയാളി ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. 17 തവണയാണ് നേടിയത്. 17 തവണ. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരം നേടിയ ആദ്യ മലയാള ചിത്രം എലിപ്പത്തായം. അടൂർ ഗോപാലകൃഷ്ണന്റെ എലിപ്പത്തായം എന്ന സിനിമയാണ്. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ഏതാണ്? ഉദയ. ആലപ്പുഴയിലെ ഉദയ. 1947. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ഉദയ 1947, അതായത് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം. ആലപ്പുഴ. ഉദയ സ്റ്റുഡിയോയിൽ ചിത്രീകരിച്ച ആദ്യ സിനിമ വെള്ളി നക്ഷത്രം. കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി ചിത്രലേഖയാണ്. കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി ചിത്രലേഖ 1965. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വന്ന വർഷം 1975. വഴുതക്കാട് തിരുവനന്തപുരത്താണ് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വന്ന വർഷം. 1975. വഴുതക്കാട് തിരുവനന്തപുരം. മലയാളത്തിലെ ആദ്യ കളർ ചിത്രം കണ്ടം വെച്ച കോട്ടാണ്. കണ്ടം വെച്ച കോട്ട് 1961. സംവിധാനം ആരാണ്? TR സുന്ദരമാണ്. TR സുന്ദരം. മലയാളത്തിലെ ആദ്യ കളർ ചിത്രം കണ്ടം വെച്ച കോട്ട് TR സുന്ദരം 1961. മലയാളത്തിലെ ആദ്യ നിയോ റിയലിസ്റ്റിക് സിനിമ ഏതാ? ന്യൂസ് പേപ്പർ ബോയ് ആണ്. 1955 ന്യൂസ് പേപ്പർ ബോയ്. മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം ഏതാണ്? തച്ചോളി അമ്പുവാണ്. മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം. മലയാളത്തിലെ ആദ്യ 70mm ചിത്രം ഏതാണ്? പടയോട്ടം. മലയാളത്തിലെ ആദ്യ 70mm ചിത്രം പടയോട്ടം. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റുഡിയോ ഏതാണ്? ചിത്രാഞ്ജലിയാണ്. ചിത്രാഞ്ജലി. തിരുവനന്തപുരത്താണ് ചിത്രാഞ്ജലി സ്ഥാപിതമായിട്ടുള്ളത്.
ഓക്കെ, പത്മശ്രീ നേടിയ ആദ്യ മലയാള നടൻ ആരാണ്? തിക്കുറിശ്ശിയാണ്, തിക്കുറിശ്ശി. പത്മശ്രീ നേടിയ ആദ്യ മലയാള നടൻ തിക്കുറിശ്ശി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തുടങ്ങിയ ആദ്യ സംസ്ഥാനം കേരളമാണ്, കേരളം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തുടങ്ങിയ ആദ്യ സംസ്ഥാനം കേരളം. ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാള നടി ആരാണ്? ശാരദ. 1968 തുലാഭാരം, തുലാഭാരം എന്ന ചിത്രത്തിനാണ് ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാള നടി ശാരദ. 1968 തുലാഭാരം. ഓക്കെ, അധ്യായം 63 മനുഷ്യ ശരീരം പൊതു അറിവ്. ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 ആകെ അസ്ഥികളുടെ എണ്ണം 206. ജനിക്കുന്ന സമയത്തെ അസ്ഥികൾ എത്ര എണ്ണമാണുള്ളത്? 300 300 300. ഓക്കെ, ആകെ പേശികൾ എത്ര എണ്ണമാണുള്ളത്? ആകെ പേശികൾ 639 639. ക്രോമോസോമുകൾ എത്ര എണ്ണമുള്ളത്? 46 46. ആകെ അസ്ഥികൾ 206, ജനിക്കുന്ന സമയത്ത് അസ്ഥികൾ 300, ആകെ പേശികൾ 639 639. ക്രോമോസോമുകൾ 46, നാഡികൾ 43 ജോഡിയാണ്, 43 ജോഡി. 12 ജോഡി ശിരോനാഡി, 31 ജോഡി സുഷുമ്ന നാഡി. നാഡികൾ 43 ജോഡിയുള്ളത്, 12 ജോഡി ശിരോനാഡി, 31, ബാക്കി 31 ആണല്ലോ. ഓക്കെ, 31 ജോഡി സുഷുമ്ന നാഡി. സാധാരണ താപനില ഡിഗ്രി സെൽഷ്യസ് എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് സാധാരണ താപനില ഡിഗ്രി സെൽഷ്യസ്. സാധാരണ താപനില ഫാരൻ ഹീറ്റ് എത്രയാണ്? 98.66 ഫാരൻ ഹീറ്റ്, 98.6 ഫാരൻ ഹീറ്റ്. തലച്ചോറിന്റെ ഭാരം എത്രയാണ്? 1400 ഗ്രാം ആണ്. തലച്ചോറിന്റെ ഭാരം 1400 ഗ്രാം. കരളിന്റെ ഭാരം എത്രയാണ്? കരളിന്റെ ഭാരം 1500 ഗ്രാം ആണ്, 1500 ഗ്രാം. തലച്ചോറിന്റെ ഭാരം എന്ന് പറയുന്നത് 1400 ഗ്രാം, അതായത് 1 കിലോ 400 ഗ്രാം. കരളിന്റെ ഭാരം 1.5 കിലോഗ്രാം, അതായത് 1500 ഗ്രാം. വൃക്കയുടെ ഭാരം 150 ഗ്രാം. ഒരെണ്ണത്തിന്റെ ഭാരം എന്ന് പറയുന്നത് 150 ഗ്രാം ആണ്, രണ്ടെണ്ണത്തിന്റെ 300 ഗ്രാം. ഹൃദയത്തിന്റെ ഭാരം 250 to 300 ഗ്രാം. സുഷുമ്നയുടെ നീളം 45 സെന്റിമീറ്റർ ആണ്. സുഷുമ്നയുടെ നീളം 45 സെന്റിമീറ്റർ. ചെറുകുടലിന്റെ നീളം 5 to 6 മീറ്റർ ആണ്. വൻകുടലിന്റെ നീളം 1.5 മീറ്ററേ ഉള്ളൂ, 1.5 മീറ്റർ. ഹൃദയ സ്പന്ദന നിരക്ക് 1 മിനിറ്റിൽ 72 തവണ. ശ്വസന നിരക്ക് 16 to 1 മിനിറ്റിൽ 16 to 20 തവണ. ഗ്ലൂക്കോസ് 70 to 110 mg per 100 ml. ഗ്ലൂക്കോസ് 70 to 110 mg per 100 ml. രക്തസമ്മർദ്ദം 120 per 80 mm of Hg. രക്തസമ്മർദ്ദം 120 per 80 mm of Hg. കൊളസ്ട്രോൾ up to 200 mg by dl per dl. ഗർഭകാലം 270 to 280 ദിവസം. സ്ഥിരദന്തങ്ങൾ 32, പാൽപ്പല്ലുകൾ 20. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവ് 300 മില്ലിലിറ്റർ. 300 മില്ലിലിറ്റർ. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവ് 300 മില്ലിലിറ്റർ. അധ്യായം 64 ശരീര പഠന ശാഖകളാണ്. ശരീര പഠന ശാഖകൾ. ഓക്കെ, രക്തം ഹെമറ്റോളജിയാണ്, ഹെമറ്റോളജി രക്തം. ഹൃദയം കാർഡിയോളജി, രക്തം ഹെമറ്റോളജി. വൃക്ക നെഫ്രോളജി. കരൾ ഹെപ്പറ്റോളജി ഏതാണ്? കരളാണ്. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. അസ്ഥികൾ ഓസ്റ്റിയോളജി. ഓക്കെ, പേശികൾ മയോളജി. ത്വക്ക് ഡെർമറ്റോളജി. തലയോട് ക്രേനിയോളജി. തലച്ചോറ് ഫ്രിനോളജി. കണ്ണ് ഒഫ്താൽമോളജി. ചെവി ഒട്ടോളജി. മൂക്ക് റൈനോളജി. പല്ല് ഒഡന്റോളജി. തലമുടി ട്രൈക്കോളജി. രക്തക്കുഴൽ ആൻജിയോളജി രക്തക്കുഴൽ. ഭ്രൂണം എംബ്രയോളജി. ശ്വാസകോശം പരമോണോളജി. അപ്പൊ ശ്വാസകോശം പരമോണോളജി, രക്തക്കുഴൽ ആൻജിയോളജി, തലമുടി ട്രൈക്കോളജി, പല്ല് ഒഡന്റോളജി, മൂക്ക് റൈനോളജി, ചെവി ഓട്ടോളജി, കണ്ണ് ഒഫ്താൽമോളജി, തലച്ചോറ്
ഫ്രിനോളജി, തലയോട് ക്രേനിയോളജി, പേശികൾ മയോളജി, അസ്ഥികൾ ഓസ്റ്റിയോളജി, കരൾ ഹെപ്പറ്റോളജി, രക്തം ഹെമറ്റോളജി, രക്തം ഹെമറ്റോളജി, കരള് ഹെപ്പറ്റോളജി. ഓക്കെ, അടുത്ത അധ്യായം 65. വയലാർ അവാർഡ് നേടിയ പ്രധാന വ്യക്തികൾ. ഓക്കെ, വ്യക്തികളും കൃതികളുമാണ് വയലാർ അവാർഡ് നേടിയ പ്രധാന വ്യക്തികളും കൃതികളും. ഓക്കെ, വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയ വർഷം ഏതാണ്? 1977 ആണ്. 1977, 1977. ഓക്കെ, നൽകുന്ന ദിവസം ഏതാണ്? ഒക്ടോബർ 27 ആണ്. ഒക്ടോബർ 27 വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയ വർഷം 1977, നൽകുന്ന ദിവസം ഒക്ടോബർ 27. പുരസ്കാര തുക എത്ര? 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ. ആദ്യം ലഭിച്ചത് ആർക്കാണ്? ലളിതാംബിക അന്തർജനത്തിനാണ് ലഭിച്ചത്. അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് 1977 ആദ്യം ലഭിച്ചത്. ലളിതാംബിക അന്തർജനം, അഗ്നിസാക്ഷി എന്ന കൃതിക്ക്. ഓക്കെ, 2022 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? എസ് ഹരീഷിനാണ്, മീശ എന്ന കൃതിക്ക്. എസ് ഹരീഷ്, മീശ എന്ന കൃതിക്ക്. 2023 വയലാർ അവാർഡ് ആർക്കായിരുന്നു? ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പി. കൃതി ഏതായിരുന്നു? ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം. ഓക്കെ, വയലാർ പ്രധാന വ്യക്തികൾ കൃതികൾ വയലാർ അവാർഡ്. പ്രധാന വ്യക്തികൾ കൃതികൾ വയലാർ അവാർഡ്. ഓക്കെ, ONV കുറുപ്പ് ഉപ്പ് എന്ന കൃതിക്കാണ്. ONV കുറുപ്പിന് വയലാർ അവാർഡ് കിട്ടിയത് ഉപ്പ് എന്ന കൃതിക്കാണ്. എന്നായിരുന്നു? 1982 കിട്ടിയത്. MT വാസുദേവൻ നായർ രണ്ടാം ഊഴം 1985. സുഗതകുമാരി അമ്പലമണിയാണ്. അമ്പലമണി 1984. സുഗതകുമാരി അമ്പലമണി 1984. OV വിജയൻ ഗുരുസ്വാഗരാണ്. ഗുരുസാഗരം 1991 വയലാർ അവാർഡ് ലഭിച്ചത്. OV വിജയൻ ഗുരുസ്വാഗരം 1991. തകഴി ശിവശങ്കര പിള്ള കയറ് 1980. M മുകുന്ദൻ കേശവന്റെ വിലാപങ്ങൾക്കാണ് ലഭിച്ചത് 2003. M മുകുന്ദൻ കേശവന്റെ വിലാപങ്ങൾ 2003. വൈലോപ്പിള്ളി മകരക്കൊയ്ത്ത് എന്ന കൃതിക്കാണ് ലഭിച്ചത്. വൈലോപ്പിള്ളി മകരക്കൊയ്ത്ത്. ഓക്കെ, മാധവിക്കുട്ടി മാധവിക്കുട്ടിയാണ് ഉദ്ദേശിച്ചത്. മാധവിക്കുട്ടി നീർമാതളം പൂത്ത കാലം എന്ന കൃതിക്കാണ് ലഭിച്ചത്. സാറാ തോമസ് ആലാഹയുടെ പെൺമക്കൾ എന്ന കൃതിക്കാണ് ലഭിച്ചത്. വയലാർ അവാർഡ് ലഭിച്ച സി രാധാകൃഷ്ണൻ ഏത് കൃതിക്കാണ്? മുമ്പേ പറക്കുന്ന പക്ഷികൾ എന്ന കൃതിക്കാണ്. MK സാനു ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജന എന്ന കൃതിക്കാണ് MK സാനുവിന് വയലാർ അവാർഡ് ലഭിച്ചത്. ആനന്ദിന് വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? മരുഭൂമികൾ ഉണ്ടാക്കുന്നത് എന്ന കൃതിക്കാണ് ലഭിച്ചത്. NN കക്കാട് സഫലമീ യാത്ര. കോവിലൻ ഏത് കൃതിക്കാണ്? തട്ടകം എന്ന കൃതിക്കാണ്. മലയാറ്റൂർ ഏത് കൃതിയാണ്? യന്ത്രം എന്നുള്ള കൃതിക്കാണ് ലഭിച്ചത്. T പത്മനാഭൻ ഏത് കൃതിയാണ്? പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. തിക്കൊടിയൻ ഏത് കൃതിക്കാണ് ലഭിച്ചത്? അരങ്ങു കാണാത്ത നടൻ എന്ന കൃതിക്കാണ് ലഭിച്ചത്. PK ബാലകൃഷ്ണന്റെ കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. KR മീര ആരാച്ചാർ. ഓക്കെ, ബെന്യാമൻ മാന്തളരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ 2021 വയലാർ അവാർഡ് ബെന്യാമിന് ലഭിച്ചു. മാന്തളരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു വെരി മച്ച്. ബൈ.